ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 53-ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓൾ ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ O is the center of the circle and ABC are points on it. Calculate all angles of triangle ABC and triangle OBC in each. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സിൽ O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. അതുപോലെ ABC എന്ന് പറയുന്നത് സർക്കിളിലെ പോയിൻറ്റ്സുകളാണ്. ട്രയാങ്കിൾ ABC-യിലെ എല്ലാ ആംഗിൾസുകളും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ട്രയാങ്കിൾ OBC-യിലെ എല്ലാ ആംഗിൾസുകളും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ സർക്കിൾസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് OA ജോയിൻ ചെയ്യാം. ഓക്കെ, നോക്കൂ, ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ഒരു ഐസോസിലേസ് ട്രയാങ്കിളാണ്. കാരണം ഈ ട്രയാങ്കിളിൻ്റെ AO എന്ന് പറയുന്ന സൈഡും OB എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. AO OB എന്ന് പറയുന്നത് സർക്കിളിലത്തെ റേഡിയസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഈക്വൽ ആയത്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ AOB ഒരു ഐസോസിലേസ് ട്രയാങ്കിളാണ്. ഐസോസിലേസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ AOB എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ ആംഗിൾ 20 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആംഗിൾ BAO 20 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ട്രയാങ്കിൾ AOC ഐസോസിലേസ് ട്രയാങ്കിളാണ്. ആംഗിൾ OC 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ OAC 30 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് BC എന്ന് പറയുന്ന കോഡ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ BAC. ഈ ആംഗിൾ ദറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. 20 + 30 അല്ലേ? ദറ്റ് ഈസ് ആംഗിൾ A എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ BC എന്ന് പറയുന്ന ഈ കോഡ് അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആർക്കിലെ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ആംഗിൾ 100 ഡിഗ്രി ആയിരിക്കും. 50ൻ്റെ ഡബിൾ 100 ഡിഗ്രി. നെക്സ്റ്റ് ട്രയാങ്കിൾ OBC എന്ന് പറയുന്നത് ഒരു ഐസോസിലേസ് ട്രയാങ്കിളാണ്. ആംഗിൾ B എത്ര ഡിഗ്രിയാണോ കിട്ടുന്നത് അതേ ഡിഗ്രിയാണ് ആംഗിൾ OCB ഈ ആംഗിൾ അല്ലേ? അപ്പോൾ ടോട്ടൽ 180 ഡിഗ്രിയാണ്. അതിൽ ഒരു ആംഗിൾ 100 ആണ്. ബാക്കി വരുന്നത് 80 ഡിഗ്രിയാണ് അല്ലേ? 180 - 100 80 ഡിഗ്രിയാണ് ബാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 80നെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 80ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 40 ഡിഗ്രി. ഇവിടെ 40 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. ആംഗിൾ B എന്ന് പറയുന്നത് 40 ഡിഗ്രി. അതുപോലെ ആംഗിൾ C ഈ സ്മോൾ ആംഗിൾ 40 ഡിഗ്രി. ട്രയാങ്കിൾ ABCയിലെ എല്ലാ ആംഗിളായോ നോക്കൂ. ആംഗിൾ A 50 എന്ന് കിട്ടി. നെക്സ്റ്റ് ആംഗിൾ B എന്ന് പറയുന്നത് 20 + 40 ദാറ്റ് ഈസ് 60. ആംഗിൾ BCA ആംഗിൾ C എന്ന് പറയുന്നത് 40 + 30 ദാറ്റ് ഈസ് 70 ഡിഗ്രി. നെക്സ്റ്റ് ട്രയാങ്കിൾ OBC. ട്രയാങ്കിൾ OBCയിലെ ആംഗിൾ BOC 100 ഡിഗ്രി. ആംഗിൾ OCB 40 ഡിഗ്രി. ആംഗിൾ OBC 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾസുകളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് സർക്കിൾ നോക്കാം. നോക്കൂ,
ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസുകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഒ ബി എന്ന് പറയുന്ന ഈ റേഡിയസ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ബി ഒ സി ഐസോസിലേസ് ട്രയാങ്കിളാണ്. ഈ ആംഗിൾ 30 ആയതുകൊണ്ട് ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ബി ഒ സി എത്ര ഡിഗ്രി ആയിരിക്കും? ദാറ്റ് ഈസ് 180 മൈനസ് 30 പ്ലസ് 30. 180 മൈനസ് 30 പ്ലസ് 30. ടോട്ടൽ 180 ആണ്. അത് രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി വീതമാണ്. റിമൈനിങ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, ഈ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? നോക്കൂ, ബി സി എന്ന് പറയുന്ന കോഡ് അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്ത ആംഗിളാണ് 120 ഡിഗ്രി. ബി സി അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ബി എ സി. ഈ ടോട്ടൽ ആംഗിൾ അതിലൊരു പാർട്ട് 14 തന്നിട്ടുണ്ട്. ഈ റിമൈനിങ് പാർട്ടും കൂടി കിട്ടിയിട്ട് ആഡ് ചെയ്താൽ ആംഗിൾ ബി എ സി ആയി. അപ്പോൾ ആംഗിൾ ബി എ സി എന്ന് പറയുമ്പോൾ 120ൻ്റെ ഹാഫാണ് വരുന്നത് അല്ലേ? ദാറ്റ് ഈസ് 60 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി കിട്ടും. അതിലൊരു ആംഗിൾ ഇവിടെ 14 തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്നത് 60 മൈനസ് 40 ദാറ്റ് ഈസ് 20 ഡിഗ്രി. ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഐസോസിലേസ് ട്രയാങ്കിളാണ്. ഒ എ ബി 20 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും 20 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കൂ, ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 40 പ്ലസ് 30 70 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 20 പ്ലസ് 30 50 ഡിഗ്രി. ഓക്കെ, ഇനി ട്രയാങ്കിൾ ബി ഒ സി, ബി ഒ സിയിലെ ആംഗിൾസുകളാണ് കണ്ടെത്തേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തി. ആംഗിൾ ഒ സി ബി 30 ഡിഗ്രി, ആംഗിൾ ഒ ബി സി 30 ഡിഗ്രി, ആംഗിൾ ബി ഒ സി 120 ഡിഗ്രി. ഓക്കെ, ട്രയാങ്കിൾ ഒ ബി സിയിലെ 3 ആംഗിൾസുകളാണ്. നെക്സ്റ്റ് സർക്കിൾ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എനിക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് ഐസോസിലേസ് ട്രയാങ്കിളുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, സെയിം ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നോക്കൂ, ഫസ്റ്റ് എ ബി എന്ന് പറയുന്ന കോഡ് അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് 110 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന കോഡ് അതിൻ്റെ സെയിം ആർക്കിൽ, ഈ ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ്. സെൻറ്റർ ആംഗിൾ 110, അതിൻ്റെ ഹാഫ് ദാറ്റ് ഈസ് 125 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആംഗിൾ സി എന്ന് പറയുന്നത് 125 ഡിഗ്രി. നെക്സ്റ്റ് നമുക്ക് ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസിലേസ് ട്രയാങ്കിളാണ്. ആംഗിൾ സി ഒ ബി 70 ആണ്. അങ്ങനെയാണെങ്കിൽ
ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾസ് എന്ന് പറയുന്നത് 180 മൈനസ് 70 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അതായത് 180 മൈനസ് 70 110/2 എന്ന് പറയുമ്പോൾ 55 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി 55 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 55 ഡിഗ്രി. നെക്സ്റ്റ് ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് ഐസോസിലേസ് ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 40 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ എ സി എന്ന് പറയുന്നത് 180 മൈനസ് 40/2 ദാറ്റ് ഈസ് 70 ഡിഗ്രി. ഈ ആംഗിൾ 70 ഡിഗ്രിയാണ് വരുന്നത്. ആംഗിൾ എ എന്ന് പറയുന്നത് 70 ഡിഗ്രി. അതുപോലെ ഈ ആംഗിൾ ദാറ്റ് ഈസ് 70 ഡിഗ്രി. ഇനി നോക്കൂ, നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എ ബി സി എത്ര ഡിഗ്രിയാണെന്ന് അറിയണം. ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന ഈ കോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ സി അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ആണ്. അങ്ങനെയാണെങ്കിൽ എ സി ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് 40/2 20 ഡിഗ്രി. ഈ ആംഗിൾ 20 ഡിഗ്രിയാണ്. ആംഗിൾ ബി എ സി, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഇത്രയും 70 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. ഈ ടോട്ടൽ 125 ഡിഗ്രി, ഇവിടെ 20 ഡിഗ്രി. ഇങ്ങനെയെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 180 മൈനസ് 125 പ്ലസ് 20 ദാറ്റ് ഈസ് 180 മൈനസ് 20 പ്ലസ് 125 ഡിഗ്രി. ഇറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 145. ഇറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എ സി ഈ ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 20 ഡിഗ്രി ആയിരുന്നു. ഈ ആംഗിൾ 125 ഡിഗ്രി. നെക്സ്റ്റ് ട്രയാങ്കിൾ ബി ഒ സി. ബി ഒ സിത്തെ ആംഗിൾസ് ആയിരുന്നു, അത് നമ്മൾ കണ്ടെത്തി. ആംഗിൾ ബി എന്ന് പറയുന്നത് 180 മൈനസ് 70/2 ആയിരുന്നു. ദാറ്റ് ഈസ് 180 മൈനസ് 70 എന്ന് പറയുമ്പോൾ 110/2 ദാറ്റ് ഈസ് 55 ഡിഗ്രി. ആംഗിൾ ബി 55 ഡിഗ്രി ആയിരുന്നു. അതുപോലെ ആംഗിൾ ഒ സി ബി 55 ഡിഗ്രി. ഇത്രയും ആംഗിൾസുകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ ഉണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. മറ്റു മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആംഗിൾസുകൾ കണ്ടെത്താം. എങ്ങനെയാണ് ആംഗിൾ കണ്ടെത്തുക എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി, ഐസോസിലേസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി, അതുപോലെ കോഡുകൾ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടി, ഈ മൂന്നും യൂസ് ചെയ്തിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The numbers 1, 4, 8 on a clock's face are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock's face? ഒരു ക്ലോക്കിലെ 1, 4, 8 എന്ന് പറയുന്ന നമ്പേഴ്സുകൾ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രയാങ്കിളത്തെ ആംഗിൾസുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ
ഒരു ക്ലോക്കിൽ നമുക്ക് എത്ര ഈക്വലേറ്റർ ട്രയാങ്കിൾസുകൾ ഫോം ചെയ്യാൻ സാധിക്കും? അതായത് ക്ലോക്കിലെ നമ്പേഴ്സുകൾ ജോയിൻ ചെയ്ത് ഈക്വലേറ്റർ ട്രയാങ്കിൾസ് എത്ര എണ്ണം ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഒരു അവറിൽ നമ്മുടെ അവർ ഹാൻഡ് 360 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. 1 അവറിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 60 മിനിറ്റിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി ആയിരിക്കും ഹവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിഗ്രി. ഒരു മിനിറ്റിൽ നമ്മുടെ ഹവർ ഹാൻഡ് 6 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ ഹവർ ഹാൻഡ് ഈ 1ൽ നിന്നും 4 വരെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആകെ എത്ര മിനിറ്റാണ് വരുന്നത്? ഓരോ നമ്പേഴ്സിനെടുക്കും 5 മിനിറ്റ് വീതമാണ് വരുന്നത്. അപ്പോൾ എത്ര മിനിറ്റ് വരും? 5, 10, 15 ആണോ? 15 മിനിറ്റ് ഇവിടെ മൂവ് ചെയ്തു. ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് വരുന്നത്? ഒരു മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 6 ദറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മുടെ ഹവർ ഹാൻഡ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. നോക്കൂ, ഈ 1ഉം 4ഉം നമ്മളൊരു കോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കോഡിനെ ഈ സർക്കിളിൻ്റെ ഈ ക്ലോക്കിൻ്റെ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. ഇനി ഈ കോഡ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഇത്. നമുക്കിതിന് പേര് കൊടുക്കാം. 1 എന്നുള്ള പോയിൻ്റ് എ, 4 എന്ന് പറയുന്ന 8 എന്ന് പറയുന്ന പോയിൻ്റ് ബി എന്നെടുക്കാം, 4 എന്ന് പറയുന്ന പോയിൻ്റ് സി, എ ബി സി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സെൻറ്ററിന് O എന്ന് കൊടുക്കാം. ആംഗിൾ എ ഒ സി 90 ഡിഗ്രി. ആംഗിൾ എ ഒ സി 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി അതിൻ്റെ ഹാഫായിരിക്കും, 45 ഡിഗ്രി. ആംഗിൾ എ ബി സി 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആംഗിൾ ബി കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് നോക്കൂ, ഇവിടെ ആംഗിളിന് പേര് കൊടുത്തത് എ ബി സി ആണെങ്കിൽ ബി സി എന്ന് പറയുന്ന ഈ കോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി സി അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്ത ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? നോക്കൂ, ഈ സിയിൽ നിന്ന്, അതായത് 4 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിന്ന് 8ലേക്ക് നമ്മുടെ ഹവർ ഹാൻഡ് മൂവ് ചെയ്തു. അപ്പോൾ എത്ര മിനിറ്റാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് 10, നെക്സ്റ്റ് 5, 10 ഇവിടെ എത്തുമ്പോൾ 15 മിനിറ്റ്, ഇങ്ങോട്ട് എത്തുമ്പോൾ 20 മിനിറ്റ് അല്ലേ. 20 മിനിറ്റ് മൂവ് ചെയ്യും. കാരണം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മുടെ ബി സി എന്ന് പറയുന്ന ഈ കോഡ് 120 ഡിഗ്രിയാണ് മൂവ് ചെയ്തത്. അതുതന്നെയാണ് അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ബി സി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ 120 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്ത ആംഗിളാണ് ആംഗിൾ ബി എ സി. ബി എ സി അത് ഇതിൻ്റെ ഹാഫായിരിക്കും, ദാറ്റ് ഈസ് 60 ഡിഗ്രി. നെക്സ്റ്റ് നോക്കൂ,
നമ്മുടെ പോയിൻറ്റ്സ് എ ബി സി. എ ബി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ ഫോം ചെയ്ത ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അതായത് ബിയിൽ നിന്ന് എയിലേക്ക് എത്ര ഡിഗ്രി മൂവ് ചെയ്തു എന്ന് കണ്ടെത്തണം. ഫസ്റ്റ് എത്ര മിനിറ്റ് മൂവ് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് 5, 10, 15, 20, 25. 25 മിനിറ്റാണ് മൂവ് ചെയ്തത്. ഇത് എത്ര ഡിഗ്രിയാണ് വരിക? ആംഗിൾ എ ഒ ബി. എ ഒ ബി ഈക്വൽ ടു 25 ഇൻറ്റു 6. 25 മിനിറ്റ്. അതിനെ നമ്മൾ ആംഗിൾ ആക്കുമ്പോൾ 6 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 150 ഡിഗ്രി. ഇനി ഈ എ ബി എന്ന് പറയുന്ന കോഡ് ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്ത ആംഗിളാണ് ആംഗിൾ എ സി ബി. എ സി ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. 150ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 75 ഡിഗ്രി. നമ്മൾ ട്രയാങ്കിളത്തെ എല്ലാ ആംഗിൾസുകളും കണ്ടെത്തി. എത്ര ഡിഗ്രി വീതമാണ് ഓരോ ആംഗിളും കിട്ടിയത്? ആംഗിൾ എ ബി സിയിലെ ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് 75 ഡിഗ്രി. ഇനി നോക്കൂ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എത്ര എണ്ണം ഫോം ചെയ്യാമെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആംഗിൾസ് 60 ഡിഗ്രി വീതം വരുമ്പോഴാണ് ആ ട്രയാങ്കിൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുന്നത്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇത് ബി സി എന്ന് പറയുന്ന കോഡ് ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഫോം ചെയ്ത ആംഗിളായിരുന്നു 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ കോഡ് അതിൻ്റെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആവണം? 120 ഡിഗ്രി ആവണം അല്ലേ? ഇവിടെ 60 കിട്ടുകയാണെങ്കിൽ ഈ കോഡ് സെൻറ്ററിൽ 120 ഡിഗ്രി ഫോം ചെയ്യണം. ഇവിടെ 120 ഡിഗ്രി നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഈ 4ൽ നിന്നും എത്ര മിനിറ്റാണ് നമ്മുടെ ഹവർ ആൻഡ് മൂവ് ചെയ്തത് നോക്കണം അല്ലേ? അതിന് 6 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 120 കിട്ടിയത്. അപ്പോൾ എത്ര മിനിറ്റ് മൂവ് ചെയ്തു? 5, 10, 15, 20. 20 മിനിറ്റ് മൂവ് ചെയ്തപ്പോഴാണ് നമുക്ക് 120 ഡിഗ്രി കിട്ടിയത്. അതായത് 20 ഇൻറ്റു 6 120 ഡിഗ്രി അല്ലേ? അപ്പോൾ നമ്മൾ ഈക്വിലേറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താവണം? 20 മിനിറ്റിൻ്റെ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നൊരു പോയിൻ്റ് സെലക്ട് ചെയ്തു. ഇനി ഇതിന്ന് 20 മിനിറ്റ് ഡിഫറൻസ് വരുമ്പോൾ ഏത് പോയിൻറ്റിലാണ് എത്തുന്നത്? 5, 10, 15, 20. കണ്ടോ? 5-ലെത്തണം അല്ലേ? നമ്മുടെ ട്രയാങ്കിൾ 1, 5. 1ൽ നിന്ന് 5ലേക്ക്. നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യണം? 20 മിനിറ്റ് മൂവ് ചെയ്യണം. ഈസ് 5, 10, 15, 20. കണ്ടോ? ഇനി 9-ഉമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. നെക്സ്റ്റ് നമ്മൾ 2 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്തത് എന്ത് വരും? ഇവിടെ 5-ന് പകരം 6 വരും, 9-ന് പകരം 10 വരും. അതായത് ഒരു നമ്പർ നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ. നെക്സ്റ്റ് നിങ്ങൾ 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 6-ന് പകരം 7 ആക്കണം, 10-ന് പകരം 11 ആക്കണം. നെക്സ്റ്റ് 4 ആണെങ്കിലോ 4 എന്ന് പറയുന്ന പോയിൻ്റ് സെലക്ട് ചെയ്യാമെങ്കിൽ ഇവിടെ 8, ഇവിടെ 12. നമുക്ക് ടോട്ടല് 4 ഈക്വിലാറ്റർ ട്രയാങ്കിൾസുകൾ ഫോം ചെയ്യാം.